ചുരുങ്ങിയ വാക്കിൽ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ്. ഇന്ന് ഈ ഓണാഘോഷ പരിപാടിക്ക് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കരമന NSS കോളേജിൻ്റെ മലയാളം പ്രൊഫസർ, മലയാളം പ്രൊഫസർ ശ്രീമതി ലളിതാബായിയെ ഓണ സന്ദേശത്തിനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. ലളിതാബായിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ആദരവോടെ ക്ഷണിച്ചുകൊള്ളു. ഓണസദ്യയൊക്കെ കഴിച്ച ശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് പോകണം. നമ്മുടെ ഇന്ത്യൻ ടൈമാണ് നമ്മൾ കീപ്പ് ചെയ്തത്. അവർ അമേരിക്കൻ ടൈം കീപ്പ് ചെയ്ത് വന്നതുകൊണ്ട് അവരുടെ പ്രോഗ്രാമിലേക്ക് അവർ പോയി അവരെ സ്വാഗതം ചെയ്യുന്നു. അവർ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യും അബ്രഹാം ജോർജിനെ എല്ലാവർക്കും പരിചയമുള്ളതെന്ന് അറിയില്ല. നമ്മുടെ തന്നെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ തന്നെ മലയാളി. അദ്ദേഹം ഡിസ്ട്രിക്ട് അറ്റോർണിയായിട്ട് ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് അറ്റോർണി 2013 ഇലക്ഷനിൽ ബ്രൂക്ലിനിൽ നിന്ന് ഡിസ്ട്രിക്ട് അറ്റോർണിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹം വളരെ പേര് കേട്ട ഒരു അറ്റോർണിയാണ്. ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വളർന്നു വരുന്ന ഒരു മലയാളിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അനുമോദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഈ അവസരം അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ കേരള സമാജത്തിലുള്ള സന്തോഷം അറിയിക്കുകയും ജോർജിനെ അനുമോദിക്കുകയും ചെയ്യുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് മുഴുവൻ സമയവും ഇന്നാണ് 11:30 തന്നെ വർഗീസ് സാറോട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ കേരള സമാജത്തിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇടയിൽ ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. പേരെടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ UN-ലെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ഫാൻസി ഫ്രാങ്ക്. I think Fancy Frank is here, right? She came to see how the Onam is going on. Anyway, welcome. അതുപോലെ നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ അഹമ്മദ് സക്കീർ, ട്രഷറർ ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അപ്പാലയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു.